ബാവലിപ്പുഴയോരത്തെ ചരിത്രപ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് കൊട്ടിയൂരിലേത്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യം പേറുന്ന കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിലെ അതിപ്രധാന ചടങ്ങായ മകം കലംവരവ് ജൂൺ 20 ശനിയാഴ്ച നടക്കും. മകം ഉച്ചശീവേലിക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടാകില്ല. വൈശാഖ മഹോത്സവത്തിന്റെ 6ാം ഘട്ടം മകംനാൾ തൊട്ടാണ് ആരംഭിക്കുന്നത്. ഇതിലെ പ്രധാന ചടങ്ങാണ് കലംവരവ്. ഉത്സവത്തിലെ അതിപ്രധാന ചടങ്ങുകളാണ് മകം, പൂരം, ഉത്രം നാളുകളിൽ നടക്കുന്ന കലശപൂജകൾ. മകംനാൾ മുതൽ ഭൂതഗണങ്ങളും ഉത്സവം ആരംഭിച്ചെന്നാണ് സങ്കല്പം. ഉത്സവാരംഭ കർമ്മങ്ങളിൽ നിന്ന് ഇന്നേ ദിവസം മുതൽ മാറ്റമുണ്ടാകും. ഉച്ചശീവേലിക്കു ശേഷം മഹാദേവന്റെയും പാർവതീദേവിയുടെയും തിടമ്പേറ്റിയ ആനകൾ ബലിബിംബങ്ങൾ താഴെയിറക്കിയ ശേഷം നമസ്കരിച്ച് 3 തവണ തിരുവഞ്ചിറയിൽ വലം വയ്ക്കുന്നു. പിന്നീട് ആനകൾക്ക് ചോറും പഴവും ശർക്കരയും നൽകി ആനകൾ തിരുവഞ്ചിറയിലൂടെ പടിഞ്ഞാറോട്ട് പിന്നോട്ട് നടന്ന് ബാവലിപ്പുഴ കടന്ന് വിട പറയുന്നു. ഒപ്പം വിശേഷവാദ്യങ്ങളും സ്ത്രീഭക്തരും മടങ്ങുന്നു. പിന്നീട് യാഗഭൂമിയിൽ സ്ത്രീ എന്ന നിലയ്ക്ക് തുടരാൻ അവകാശമുള്ളത് കൂത്തിന്റെ ഭാഗമായ നങ്ങ്യാരമ്മയ്ക്കും ഒറ്റപ്പിലാൻ സ്ഥാനീയത്തിലെ കയ്യാലയിലുള്ള കുറിച്യ സ്ത്രീകൾക്കും മാത്രമാണ്. മകം രാത്രി മുതൽക്ക് പൂജാസമയത്ത് വൈദ്യുതി വിളക്കുകൾ ഒഴിവാക്കുന്നു. പിന്നെ തൃക്കലശാട്ട് വരെ ഗൂഢപൂജകളും ഗോപ്യകർമ്മങ്ങളും മാത്രമാണ്. ജൂൺ 20 ശനിയാഴ്ച മകംനാളിനു ശേഷം സ്ത്രീകൾക്ക് അക്കരെ സന്നിധിയിൽ പ്രവേശനമില്ലാത്തതുകൊണ്ടു തന്നെ സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്ന അവസാന ശനി ഞായർ ദിവസങ്ങളായതുകൊണ്ട് തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മലയോര മേഖലയിലെ വിവിധ ഭാഗങ്ങളിലും ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. മണത്തണ മുതലാണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത്. വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഏറെ നേരമാണ് റോഡിൽ കിടന്നത്. പതിവ് പോലെ കർണാടകയിൽ നിന്നുമുള്ള ഭക്തരാണ് കൂടുതലും കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിയത്.